അമ്മ അച്ഛൻ വെള്ളം കുടിച്ചിനാ? ഇല്ല, വെള്ളമൊന്നും കുടിച്ചിട്ടില്ല. അച്ഛാ, എത്ര സമയം ഇങ്ങോട്ട് വാ, കൊറച്ച് കഞ്ഞിയും വെള്ളം കുടിക്കറാ. കുറച്ച് കഞ്ഞീര് വെള്ളം തന്നെ കുടിക്കാൻ. കൊറേസിന് എടുത്താ പോരെ? ഈ ഒപ്പം ഇങ്ങനെ ഒരുപാട് സമയം എടുക്കുന്നല്ലേ ഈ കടച്ചലും കൂച്ചലും വരുന്ന്. എന്നാ കഴിയോ ഞാൻ വെള്ളം കൊടുക്കാം. കയ്യായിട്ടെ നോക്കണേ. നല്ല മഴ വരുന്നുണ്ട്. ഇതാച്ച വെള്ളം. നാരായട്ടൻ പറമ്പിലേക്ക് പോയിട്ട് കൊറേ സമയം നല്ലോണം മഴയും പിടിച്ചിട്ടുണ്ട്. എന്നാ വേഗം വന്നൂടെ? ഇതെങ്ങനെയാന്ന് അച്ഛനെ പോലെ തന്നെയാന്ന് മോനും. അല്ലപ്പ മഴപ്പാറില് നനയണോ? കൊറച്ച് നേരത്തെ വന്നൂടെ നിങ്ങക്ക്? മാങ്ങിഞ്ചി കളിച്ചിനാ? കൊറച്ച് മാങ്ങിഞ്ചി കളിച്ചു. നല്ല അച്ചാറാക്കാണ്ടാ അല്ലമ്മേ. ഇതാ കൊറച്ച് ഉണ്ട് കേട്ടാ. നല്ല അച്ചാറാക്കി കൊന്നാല് ഇത് നടാ അലച്ചാ. ഞാനിത് നടട്ടെന്നാലേ വേഗം പരിപാടി നോക്കിക്കോ. അമ്മ ഇതെത്ര കളിച്ചോണ്ടിരുന്നമ്മേ? ഇതെല്ലാം അച്ചാറാക്കണ? അതെന്ത് പാത്രം എടുത്തിട്ട് വെച്ച് എന്നാ പിന്നെ എല്ലാവർക്കും നോക്കാല്ലേ. കൊടുത്തരാം. ചുണങ്ങണേ എങ്ങനെ? അമ്മ ഇത് ചമ്മന്തി ആക്കാൻ നല്ലതാണ്. രണ്ടോടി ചെമ്മീൻ ഇട്ടിട്ടേ പാട്ടുപറങ്കിയും കാന്താരിയും രണ്ടെണ്ണം അതിനിപ്പം ഇടണം. ഒരു കുറച്ച് പുളി അല്ലേ, നല്ല ടേസ്റ്റാണ്. മാങ്ങിഞ്ചി അച്ചാറൊക്കെ നല്ല ടേസ്റ്റാണ്. നമ്മ ആക്കലേ ഇല്ലല്ല. കൂട് വേഗം മാങ്ങിഞ്ചി പോയാലോ കൊണ്ടുവരുമല്ല. നല്ല പണിയായതാണ്. ഇന്നലെ ഇതാക്കിട്ടേ ചെമ്മീൻ പൊടിപ്പോയി. ചെമ്മീൻ പൊടിപ്പെല്ലാം അത് നല്ല ടേസ്റ്റ് ഉണ്ട്. മാങ്ങിഞ്ചി ഇതാക്കിട്ടേ അച്ഛൻ കൂട്ടിട്ടാവും അല്ലേ? അച്ഛൻ നല്ലൊന്നും ഇഷ്ടപ്പെടൂല. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? വെറുതെ ഇരിക്കല. നോക്കുന്നാല് തോല് ചേണ്ടിട്ട് ഒന്നുകൂടെ കഴുകുക. അതാ ഞാൻ തോട്ട് നല്ല വൃത്തി കഴുകി കഴുകിട്ടോണ്ട് നിന്ന്. തോല് നല്ല വൃത്തി ചേണ്ടിട്ട് ഒന്നുകൂടെ നല്ല വൃത്തി കഴുകിയിട്ട് മുറിച്ചിടാം. ചെറുങ്ങനെ കുനുകുന മുറിക്കുന്ന നല്ലത് തോന്നുന്നുണ്ട്. അപ്പൊ നമ്മളെ മാങ്ങയിട്ട് നല്ല വൃത്തി മുറിച്ചായിട്ടുണ്ടേ. വൃത്തി ഒന്ന് കഴുകിയിട്ട് കറിലെല്ലാം ഒന്ന് പോട്ടും. അപ്പൊ നമ്മുടെ മാങ്ങിഞ്ചില് നല്ല വൃത്തി തോല് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് പരമാവധി ചെറുങ്ങനെ മുറിക്കണം. മാങ്ങയിലും മുറിക്കണം. അത് ആദ്യം ചെറുങ്ങനെ ആവും, പിന്നെ കയ്യാനാകുമ്പോ അങ്ങനെ വലിപ്പം കൂടുതലമ്മേ. നല്ല മഴ അല്ലേ? നല്ല മഴ. കർക്കിടകല്ലേ? അപ്പൊ അച്ചാറിന് വേണ്ടുന്നത് മുറിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ബാക്കിയുണ്ട്. ഇത് നമുക്ക് ചമ്മന്തിയും അരക്കാനും പിന്നെ മീൻ കറിയിലാക്കുമ്പോൾ അതിൽ എൻ്റെ ഇഷ്ടം കണ്ട് മാങ്ങേൻ്റെ ടേസ്റ്റ് ഉണ്ട്. എന്നാൽ പിന്നെ നമുക്ക് അച്ചാറാക്കാൻ തുടങ്ങി. മാങ്ങേൻ്റെ അച്ചാറ്
പിന്നെ അതിൽ കൂട്ടുന്ന സാധനങ്ങളെല്ലാം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കരിയാമ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പുളിവെള്ളം, സിർക്ക, കായപ്പൊടി, കായത്തിൻ്റെ ഒരു കഷ്ണം. അപ്പം എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കേ. കുറച്ച് കടുക് ഇട്ട് കൊടുക്കേ. കടുവിനെ പൊരിച്ചിട്ടില്ല കളിക്കുന്നു. അടുത്താണ് പിന്നെ നമ്മളെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. അത് കായത്തിന് കഷ്ണല്ലേ? കായത്തിൻ്റെ കഷ്ണം ഇരുന്നിട്ട് പോകുന്നത്. കറിവേപ്പില. രുചി എനിക്ക് ഞാൻ കൊണ്ടുതരണേ. അവളെന്നോട് അന്നേ കറിവേപ്പില ചോദിച്ചു. ഉപ്പിട്ട് കൊടുക്കാം. അപ്പം ഇതിലൊന്നും മൂത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മുളക് പൊടി, അടുത്തത് പുളിവെള്ളം, പുളിവെള്ളം. ചെറിയ കായുണ്ടേ? കായ അരിയട്ടെ. മുറിച്ച് വെച്ച മാങ്ങ, ഇഞ്ചി കഷ്ണം തുടക്കണം. മസാലയിലൊന്ന് കുഴച്ചിട്ടിട്ട് ഓരോരാൾ ഓരോരോ രീതിയിൽ അച്ചാറാക്കുന്നത് കേട്ടോ. ഇതൊന്ന് കുറച്ച് വേവട്ടെ. ചാറാക്കുന്നില്ലേ? ചാറ് പറ്റപ്പറ്റ കുറച്ച് ചാറ് വേണ്ടേ. കുറച്ച് ചൂട് വെള്ളം. അപ്പം നമ്മുടെ മാങ്ങി നല്ല വിട്ട് വേവുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് വെല്ലേ, അപ്പോൾ നമ്മുടെ പുളിയുടെ ബാലൻസ് എല്ലാം ഒന്ന് വെള്ളം കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഇഷ്ടമാണ് അല്ലേ? ചെറിയ ഒരു മധുരം കണക്കനെ വേണ്ടാതെ ഒരു കിടണ്ട. അങ്ങനെ നമ്മുടെ മാങ്ങയും ചെറിയ നല്ല വിട്ട് വന്നിട്ടുണ്ട് അല്ലേ? അപ്പം നമ്മുടെ അച്ചാർ ഏകദേശമായി. അപ്പോൾ ഇതിലേക്ക് കുറച്ച് സിർക്കും കൂടി വയ്ക്കുന്നുണ്ടേ. സിർക്ക അത്ര ഇല്ലും മതിയല്ലേ? ഓക്കെ. അങ്ങനെ അതാ ഉച്ചയൂണ് കൊണ്ട് തന്നിട്ടുണ്ടേ. അതുപോലെ തന്നെ അച്ചാറും ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ചട്ടിയോടെ എടുത്തിന് അല്ലേ? അച്ചാർ കണ്ടാ അടിപൊളി അച്ചാറാണ്. സൂപ്പർ. അപ്പോൾ കുറച്ചൊന്ന് കോരിയിട്ടെ സൈഡിലാക്കിക്കോ. കുറച്ച് മതി. അച്ചാർ നമുക്കെല്ലാം കൊണ്ട് കൊടുക്കണം അത്രേ. അവരെല്ലാം ചോറ് കഴിച്ചു അല്ലേ? നമ്മ ഇത് അച്ചാറാക്കാൻ കുറച്ച് വൈകി. അപ്പം മോരും ഉണ്ടേ, തൈര് അല്ലേ? എന്നാൽ പിന്നെ കഴിക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ അച്ചാർ നോക്കട്ടെ. അച്ചാറിന് ചോറിൽ കുഴച്ചിട്ട് അച്ചാർ മൊത്തം നോക്കാം. നല്ല അച്ചാറാട്ടോ. പുളിയും ചെറിയ ഇളം മധുരം വല്ലോട്ടുണ്ട്. പിന്നെ നമ്മൾ സാമ്പാറും കുറച്ച് അച്ചാറും തൈരുണ്ട് കേട്ടോ. തൈരും ഒരു മുളക് പൊട്ടിക്ക
നമ്മുടെ നാടൻ മുളകാണ് കേട്ടോ. അപ്പം നമ്മുടെ അച്ചാറും തൈരും അച്ചാറും തൈരും കൂട്ടി കഴിക്കുന്നുണ്ടല്ലോ, അതിലിപ്പോൾ സാമ്പാറും ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. എന്നാ പിന്നെ ഞാൻ ആസ്വദിച്ച് കഴിക്കട്ടോ. ഓക്കെ.